Hi friends, welcome to my channel. ഇന്ന് നമുക്ക് കോക്കനട്ട് ബനാന കേക്ക് റെസിപ്പി നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 1 കപ്പ് മൈദ, അതേപോലെ പൊടിച്ച പഞ്ചസാര അത് 1.5 കപ്പ്, പിന്നെ വാൾനട്ട് അത് കുറച്ച് എടുത്തിട്ടുണ്ട്. വാൾനട്ടിന് പകരം നമുക്ക് ആൽമണ്ട്സ് വേണേൽ യൂസ് ചെയ്യാം. പിന്നെ ഒരു പഴം അടിച്ചെടുത്തത്, 4 മുട്ട, തേങ്ങ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, അതേപോലെ വാനില എസൻസ്, 100 ഗ്രാം ബട്ടർ. ആദ്യം നമുക്ക് മുട്ടയും പൊടിച്ച പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പ്, നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പഴവും കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോക്കനട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കോക്കനട്ടും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതിനെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരുപാട് സ്പീഡിൽ നമ്മൾ മിക്സ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമുക്ക് വാൾനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ആൽമണ്ട്സ് വേണമെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ കേക്ക് മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു ബേക്കിംഗ് പാനിലേക്ക് ഫസ്റ്റ് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം.
എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ട് അതിൻ്റെ എല്ലാ സൈഡിലും ഒന്നാകുന്നത് വരെ ഒന്ന് തട്ടി കൊടുക്കുക. കേക്ക് മിക്സ് പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരു 2-3 പ്രാവശ്യം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കുറച്ച് വാൾനട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം 30 to 35 മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതാ ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.